നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു എയർലൈൻസ് ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. പ്രമുഖ ഇന്റർനാഷണൽ എയർലൈൻസ് ഒന്നായ എമിറേറ്റ്സ് ഗ്രൂപ്പിലെ കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് കൺസൾട്ടന്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചാണ്. മുംബൈയിലായിരിക്കും നിയമനം. ഇതിലേക്ക് +2 2 വർഷം ബന്ധപ്പെട്ട മേഖലയിൽ ജോലിയുള്ളവർക്കോ അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഡിഗ്രിയോ ഡിപ്ലോമോ ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. പ്രമുഖ ഇന്റർനാഷണൽ എയർലൈൻസ് ആയ എമിറേറ്റ്സ് ഗ്രൂപ്പിലാണ് ഈ ഒഴിവുകൾ. പോസ്റ്റിൻ്റെ പേര് കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് കൺസൾട്ടന്റ് എന്നുള്ളതാണ്. ഇതിലേക്ക് നിയമനം അവരുടെ മുംബൈ കോൺടാക്ട് സെൻ്ററിലായിരിക്കും നിയമനം. യോഗ്യത വേണ്ടുള്ള +2 2 വർഷം പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത. അത് എക്സ്പീരിയൻസ് വേണ്ടത് എയർലൈൻസ് കോൺടാക്ട് സെൻറ്റർ, വിമാന കമ്പനികളുടെ കസ്റ്റമർ കെയർ, കോൾ സെൻറ്റർ, അതുപോലെ ചാറ്റ് സപ്പോർട്ട് സെൻറ്റർ, അങ്ങനെയുള്ള ജോലി പരിചയം. അല്ലെങ്കിൽ റിസർവേഷൻ ഓഫീസുകളിലുള്ള, അതായത് ഏതെങ്കിലും വിമാന ടിക്കറ്റ് ബുക്കിങ്ങിലോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയും. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ട്രാവൽ ഇൻഡസ്ട്രിയിൽ ഹോട്ടൽ ബുക്കിങ്ങിലോ ടൂർ പാക്കേജ് ബുക്കിങ്ങിലോ ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് രംഗത്തെ പരിചയമുള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പം +2 കഴിഞ്ഞവരാണെങ്കിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, അത് ട്രാവൽ ആൻഡ് ടൂറിസത്തിലുള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ അപേക്ഷിക്കാൻ കഴിയും എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ +2 ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം ഓർമ്മിക്കാം. അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് അയാട്ട കോഴ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ അമഡിയസ് സോഫ്റ്റ്വെയർ നോളജ് ഉള്ളവർക്കൊക്കെ ഒരുപക്ഷെ പ്രിഫറൻസ് ലഭിക്കും. അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി പറഞ്ഞിട്ടുള്ളത് കസ്റ്റമർ സർവീസ്, യാത്രക്കാർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എമിറേറ്റ്സിൻ്റെ ടിക്കറ്റ്, ഓൺലൈൻ ടിക്കറ്റും അല്ല ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക, അത് ടിക്കറ്റ് വിൽക്കുക. അതുപോലെ വിസ, പാസ്പോർട്ട്, അതുപോലെ ചെക്ക് ഇൻ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 31 കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് കൂടാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. കസ്റ്റമർ സർവീസ് കഴിവുള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ MS ഓഫീസ്, കമ്പ്യൂട്ടർ നോളജ്, MS ഓഫീസ്, അതായത് എക്സൽ, പവർ പോയിന്റ്, ഇമെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ ഷിഫ്റ്റിൽ ജോലി ചെയ്യാനുള്ള തയ്യാറായിരിക്കണം, കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള അനുമതി ഉള്ള ആളായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇന്ത്യക്കാരനായ പ്രോബ്ലം ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിലുള്ളവരാണെങ്കിലാണ് അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ്. ഒന്നുകൂടെ പറയുന്നു, +2 ആണെങ്കിൽ +2 കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷം പറഞ്ഞ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. മുംബൈയിലായിരിക്കും ഒരുപക്ഷെ ഇൻ്റർവ്യൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം വേക്കൻസി എന്തായാലും മുംബൈയിലേക്കാണ് കാര്യം പ്രത്യേകം പറഞ്ഞിട്ട്, മുംബൈ കോൺടാക്ട് സെൻറ്ററിലേക്കാണ് വേക്കൻസി. ഇതിലേക്ക് എമിറേറ്റ്സ് ഗ്രൂപ്പിൻ്റെ www.emiratescareers.com എന്ന സൈറ്റ് ഡീറ്റെയിൽസ് ലഭ്യമാണ്. ഈ സൈറ്റിൽ ഓൺലൈൻ ലിങ്ക് ഉണ്ട്. ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള, അപേക്ഷാ ഫീസൊന്നുമില്ല. താല്പര്യമുള്ളവർ തീർച്ചയായും ഇത് ഓഗസ്റ്റ് 31 മുമ്പ് അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവരെ ഇത് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.